കുറച്ച് ദിവസമായിട്ട് നല്ല തകർത്ത് പെയ്ത മഴയ്ക്ക് ശേഷം ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ചധികം തുണി അലക്കൽ, ഉണങ്ങൽ, ഈ വക പരിപാടികൾ എല്ലാം കഴിഞ്ഞു. എന്നിട്ട് മുറ്റോടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വിങ്കയിൽ നിന്ന് പൂ ചാടി താഴെ നമ്മുടെ മൾട്ടിപ്പറ്റൽ ബോൾസത്തിൽ വീണ് കിടക്കുവാണ് കേട്ടോ. അങ്ങനെ വീണ് കിടക്കുന്ന പൂക്കളെയെല്ലാം പെറുക്കി മാറ്റുകയും ചെയ്യാം. മുറ്റത്ത് ഉണങ്ങാനിട്ടേക്കുന്ന തുണികൾ എങ്ങാനും മഴച്ചാറ്റിൽ പെയ്ത് നനഞ്ഞു പോകാതിരിക്കുകയും ചെയ്യാം കേട്ടോ. ഒരു 2 പണിയും കൂടെ ഒറ്റയടിക്ക് നടക്കുമല്ലോ. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഗാർഡനിലൊക്കെ നമ്മുടെ ചുറ്റിക്കറങ്ങി നടന്നു. ഇനി നമ്മുടെ 10 മണിക്കാരുണ്ടല്ലോ, 10 മണി നമ്മൾ പണ്ട് ഒരു വലിയ രീതിയിലെന്നല്ല ചെറിയ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത ഒരു 3 പോട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവരാകെ മൊത്തത്തിൽ ബ്രാഞ്ചസൊക്കെ വന്ന് അങ്ങ് വളർന്നിട്ടുണ്ട്. ഇനി ഇവർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പുതിയതായിട്ട് കിളർത്ത് വന്ന ബ്രാഞ്ചസൊക്കെ നമ്മളൊന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് സെറ്റ് ചെയ്ത പോലെ തന്നെ വള്ളി മാത്രമായിട്ട് നിന്നു. ഇനി അത് വെട്ടിക്കളയാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു വലിയ ഭംഗിയൊന്നും ഇല്ലാതായി പോകട്ടോ. ഇതൊക്കെയാണ് നമ്മൾ പണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള 10 മണികൾ കേട്ടോ. വെറുതെ കുറച്ച് 10 മണിയുടെ കട്ടിങ് എടുത്ത് പിന്നെ വെച്ചതാണ് ഈ കാണുന്നത്. അതിന് സൈഡിൽ നിന്ന് ബ്രാഞ്ചസ് ഒക്കെ വന്നു കേട്ടോ. ഇനി ഇതിനിപ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെ തന്നെ നിർത്തണോ, എന്താ ചെയ്യുക എന്നൊന്നും വലിയ ഐഡിയ ഇല്ല. ഇതിലിങ്ങനെ വലിയ പൂവൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല, കാലാവസ്ഥയുടെ ആണോ എന്താണോ എന്ത്. ഇനി വേറെ ഒരെണ്ണമുണ്ട്, 10 മണി കൊണ്ട് ഒരു ഹാർട്ട് ഷേപ്പൊക്കെ ഉണ്ടാക്കിയത്. ഷേപ്പിലൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇതിന് സൈഡിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. ആ ബ്രാഞ്ചസ് എല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് സെറ്റ് ചെയ്ത പോലെ തന്നെ മാത്രമായി പോകും. ഇതിൽ പൂക്കൾ വന്നാൽ മാത്രമല്ലേ കാണാനൊരു പ്രത്യേക രസം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്ത 10 മണി കൊണ്ടൊരു മരം ഉണ്ടാക്കിയത്, അതിൻ്റെ മുകളിൽ നിന്ന് തലപ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് ഒന്ന് ഷേപ്പാക്കി നിർത്തിയിട്ടുണ്ട്. അതിലെന്തായാലും പൂക്കൾ വരുമ്പോൾ കാണാൻ രസമായിരിക്കും. പിന്നെ നമ്മുടെ സ്റ്റാർസീനിയ, എന്ത് പൂക്കൾ വരുന്ന ചെടികളാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ ഒരു പ്ലാന്റ് നിർബന്ധമായിട്ടും വേണം കേട്ടോ. സ്റ്റാർസീനിയുടെ 5 പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടിയതിൽ 2 പ്ലാന്റ് മാത്രം ഇപ്പം എൻ്റെ കയ്യിൽ അവശേഷിക്കുന്നുള്ളൂ കേട്ടോ. ഉള്ളവരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ കട്ടിങ് എടുത്ത് വെച്ച് ഒരു 8-10 പ്ലാന്റുകൾ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. സെയിലൊന്നും ആരും ചോദിക്കല്ലേ കേട്ടോ. സെയിൽ ചെയ്യുന്ന ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ തരാം. കുറച്ച് ദിവസത്തോടെ ഒന്ന് കഴിഞ്ഞോട്ടെ കേട്ടോ. പ്ലാന്റൊക്കെ റെഡിയായി ആളുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാവേ. ഇവരങ്ങ് നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ രസമാണ് കേട്ടോ. ഇത് ഏത് കളറാണെന്ന് ഇനി പൂ വിരിഞ്ഞാൽ മാത്രമേ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇതുപോലെ ട്രെയിലും ഡിസ്പോസൽ ഗ്ലാസ്സിലും ഒക്കെ ഞാൻ കുറച്ച് കുഞ്ഞു കട്ടിങ്ങൾ വെച്ച് പുതിയ തൈകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നേക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അവധിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പരിപാടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.